ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ സബ് എഞ്ചിനീയറിൻ്റെ ക്ലാസ്സാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ മൊഡ്യൂള് 6 ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ മൊഡ്യൂൾ 6 എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് അതിൻ്റെ സിലബസ് എടുക്കുകയാണെങ്കിൽ സിലബസ് 2021 സിലബസാണ് നമ്മുടെ മുന്നിലുള്ളത്. തീർച്ചയായിട്ടും ഈ സിലബസ് അല്ലായിരിക്കും അടുത്ത സബ് എഞ്ചിനീയറിൻ്റെ സിലബസ് വരുമ്പോൾ ചേഞ്ചസ് ഉണ്ടാവും. അത് ഉറപ്പായ കാര്യമാണ്. കാരണം ഇതേ സിലബസ് അല്ലായിരിക്കും വരുന്നത്. ചില ടോപ്പിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം, ചില ചേഞ്ചസ് വരും. ഓക്കെ, കാരണം ഈ സിലബസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 6 മൊഡ്യൂളായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ സെറ്റ് ചെയ്ത മൊഡ്യൂളിനകത്ത് ആദ്യത്തെ മൊഡ്യൂളിനകത്ത് അവർ നെറ്റ്വർക്ക് തിയറം മെഷർമെൻറ്റ്സും കൂടെ ക്ലബ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ മൊഡ്യൂളിനകത്ത് പവർ ഡെഫിനിഷൻ, ട്രാൻസ്മിഷൻ ലൈൻ, പവർ സിസ്റ്റത്തെ കുറിച്ചാണ് അവർ മൊഡ്യൂൾ 2 പറഞ്ഞത്. കൂടാതെ ഇലക്ട്രോളിസിസ്, അത് പവർ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. മൂന്നാമത്തെ മൊഡ്യൂളിനകത്ത് അവരിട്ടേക്കുന്നത് മെഷറിംഗ് ഇൻസ്ട്രുമെൻസും വയറും ഇലൂമിനേഷനും വയറിംഗ് സർക്യൂട്ട്സിനെ കുറിച്ചും ലാമ്പിനെ കുറിച്ചും ഇലൂമിനേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് 3-ലിട്ടേക്കുന്നത്. നാലാമത്തെ മൊഡ്യൂൾ ഇട്ടേക്കുന്നത് ജനറേറ്റർ, ട്രാൻസ്ഫോമർ, സിംഗിൾ ജനറേറ്റർ, FHP മോട്ടോർ. ദാറ്റ് മീൻസ് എന്താണ് നമ്മുടെ മെഷീൻസ് ആണ് ഇട്ടേക്കുന്നത്. അഞ്ചാമത്തേൽ ഈ പറയണക്ക് ബേസിക് ആംപ്ലിഫയർ സർക്യൂട്ട്സ്, അനലോഗ് ആൻഡ് ഡിജിറ്റൽ സർക്യൂട്ട്സ് എന്ന് നമ്മൾ പറയും. മൊഡ്യൂൾ 6 ഈ പവർ ഇലക്ട്രോണിക്സ്, മൈക്രോ പ്രോസസ്സർ, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എന്ന് പറയുന്ന 3 രീതിയിലാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പം ഈ രീതിയിലാണ് നമ്മുടെ സിലബസ് പറയുന്നത്. എന്തുകൊണ്ടാണ് ചേഞ്ച് വരാൻ സാധ്യത വെച്ചാൽ ഡിപ്ലോമയാണ് നമ്മുടെ സബ് എഞ്ചിനീയറിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ. ഡിപ്ലോമ എഴുതിയ കുട്ടികൾ, ഡിപ്ലോമ പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ പഠിച്ച കുട്ടികൾക്കും ബിടെക് പഠിച്ച കുട്ടികൾക്കും എല്ലാവർക്കും എഴുതാൻ പറ്റും. ബേസിക് ഡിപ്ലോമയാണ് നമ്മുടെ സബ് എഞ്ചിനീയറിൻ്റെ അടിസ്ഥാന യോഗ്യത. അപ്പം അടിസ്ഥാന യോഗ്യത വരുമ്പോഴത്തേക്ക് ഡിപ്ലോമയുടെ സിലബസ് റിവൈസ് ചെയ്യുമ്പോഴത്തേക്ക് അതിനടിസ്ഥാനമാക്കി PSCയുടെ സിലബസും റിവൈസ് ആവും. അപ്പം ഇത് 2021 ഡിപ്ലോമ റിവിഷൻ ഉണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്താണ് ഈ സിലബസ് വന്നേക്കുന്നത്. 2022-23 തോന്നുന്നു കഴിഞ്ഞ സബ് എഞ്ചിനീയർ എക്സാം വന്നേക്കുന്നത്. അപ്പോൾ 2021 സിലബസിനെ വെച്ചിട്ടാണ് ഈ പറയുന്ന വന്നേക്കുന്നത്. ഇനി അടുത്ത സിലബസ് റിവിഷൻ 2026 വരും. സ്വാഭാവികമായിട്ടും ഇനി ക്വസ്റ്റ്യൻ ഇടുമ്പോഴത്തേക്ക് 2026 സിലബസ് റിവിഷൻ അനുസരിച്ചായിരിക്കും സിലബസ് ചേഞ്ച് ആവുന്നത്. മോസ്റ്റ് പ്രോബബ്ലി ചില സബ്ജക്ട്സിൻ്റെ കാര്യങ്ങൾ കുറയാം, കൂടാം, അങ്ങനെയൊക്കെ വരാം. അപ്പം സിലബസ് എന്ത് തന്നെ ആയാലും ചില ബേസിക് കാര്യങ്ങളൊന്നും ഡിപ്ലോമയുടെ സിലബസിൽ നിന്ന് മാറത്തില്ല. ഓക്കെ, അപ്പം നമ്മുടെ സബ് എഞ്ചിനീയർ എന്ന് പറയുന്നത് KSEB സബ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ പഠിച്ച കുട്ടികൾക്ക് ഒട്ടും വേക്കൻസി കുറയാതെ റിക്രൂട്ട് ചെയ്യുന്ന ഏക സ്ഥാപനമാണ് KSEB. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സബ് എഞ്ചിനീയർ തസ്തിക എന്തൊക്കെയായാലും നല്ല രീതിയിൽ ഫില്ലായിരുന്നുണ്ട്. അത്യാവശ്യം നല്ലോണം ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു 400 സീറ്റ്സോളം ഫില്ലായി. ഇനിയും ഒരു 100 വരും, ഒരു 500 സീറ്റ്സ് ഫില്ലാവും. അപ്പോൾ അടുത്ത വട്ടം 500 ഇല്ലെങ്കിൽ തന്നെ ഒരു 250 സീറ്റാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അടുത്ത 2026, 27, 27 അടുത്ത് വിളിക്കുന്നത്, 26 വിളിക്കുന്നത്. 26 വിളിക്കുമ്പോൾ ഒരു 250 വേക്കൻസിയൊക്കെ എന്തായാലും സബ് എഞ്ചിനീയറിന് കാണും. അപ്പം ഒരു നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ സബ് എഞ്ചിനീയർ കയറാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ സിലബസിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു കാര്യം മനസ്സിലാക്കുക.
നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാം പഠിക്കുന്ന പോലെ നമ്മുടെ ഒരു മിനിറ്റ് ഓക്കെ, ഡിഗ്രിയിലെ എക്സാം പഠിക്കുന്ന പോലെ തന്നെയാണ് സബ് എഞ്ചിനീയറിൻ്റെ പോർഷൻസ് പഠിക്കേണ്ടത്. പക്ഷേ അത്രയ്ക്ക് അനാലിസിസ് ലെവലൊന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ബേസിക് ഫണ്ടാസ് നമുക്ക് അറിയണം. കാരണം ഡിപ്ലോമ പഠിച്ച കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യപേപ്പർ ആയിരിക്കും ചോദ്യകർത്താവ് ഇടുന്നത്. ബേസിക്കലി ഒരു ഡിപ്ലോമ ലെവൽ അധ്യാപകൻ തന്നെ ആയിരിക്കും ഇത് സെറ്റ് ചെയ്യുന്നത്. ഡിപ്ലോമ ലെവൽ ബേസിക് ആണെങ്കിൽ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്നതും ഒരു പോളിടെക്നിക് അധ്യാപകൻ തന്നെ ആയിരിക്കും സെറ്റ് ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ് കോളേജിന് കൊടുക്കാറില്ല. പക്ഷേ ഡിഗ്രി ലെവലാണെങ്കിൽ അത് എഞ്ചിനീയറിംഗ് ലെവലിലും കൊടുക്കാറുണ്ട്, ഡിപ്ലോമ ലെവൽ രണ്ടും കൊടുക്കാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറുണ്ട്. ഡിഗ്രി ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് കൂടി ഇപ്പോൾ സബ് എഞ്ചിനീയറിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബേസിക് സ്റ്റാൻഡേർഡിലാക്കി നമുക്ക് ക്വസ്റ്റ്യൻ പറ്റും. സോ നമുക്ക് പെട്ടെന്ന് നല്ലോണം ക്രാക്ക് ചെയ്യാൻ പറ്റും. സബ് എഞ്ചിനീയറൊക്കെ സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പം കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ് എനിക്ക് 50-ന് മുകളിലായിരുന്നു കട്ട് ഓഫ്. ഈ വട്ടവും കട്ട് ഓഫ് ഒക്കെ ഇനി വരുന്ന എക്സാമിനും കട്ട് ഓഫ് 50-60 റേഞ്ചിലൊക്കെയാണ് കട്ട് ഓഫ് വരുന്നത്. സോ നിങ്ങൾ നല്ലതുപോലെ എഴുതണം. 100 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഒരു 10-65 ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കണം. ആ രീതിയിൽ വേണം നമ്മുടെ പഠനം മുന്നോട്ട് പോകാൻ. അപ്പോൾ ഈ സിലബസ് ഭയങ്കര വാസ്റ്റ് ആണ് ഇല്ലേ, ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 6 ആണ്. പവർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ആ പോർഷനാണ് ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത്. പവർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന പോർഷന് 16 മാർക്കാണ് ഇവിടുത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നേക്കുന്നത്. ഇനി അടുത്ത സിലബസിനകത്ത് ഇങ്ങനെ അല്ലായിരിക്കും. ഇത് 16 മാർക്ക് പവർ ഇലക്ട്രോണിക്സ്, മൈക്രോ കൺട്രോളർ, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ. 16 മാർക്ക് അനലോഗും ഡിജിറ്റലും, 16 മാർക്ക് മെഷീൻസ്, 16 മാർക്ക് മെഷർമെൻറ്റ്സും വയറിംഗ് സിസ്റ്റം ഇലൂമിനേഷനും, 20 മാർക്ക് പവർ സിസ്റ്റം, 16 മാർക്ക് സർക്യൂട്ട്സ്. ഇങ്ങനെ ആവത്തില്ല അടുത്ത വട്ടം. ഒരു 10-ന്റെ 10 ടോപ്പിക് ആയിരിക്കും. ഇപ്പം ഇന്ന് നിങ്ങൾക്ക് ഇൻസ്പെക്ടറേറ്റ് എഴുതിയ കുട്ടികൾ കാണും അല്ലേ, ഇൻസ്പെക്ടറേറ്റ് എക്സാം എഴുതുന്നുണ്ടാകും കുറച്ച് പേര്. അപ്പോൾ ഇൻസ്പെക്ടറേറ്റിൽ 10-ന്റെ 10 ടോപ്പിക് ആയിരിക്കും. അതേപോലെ സ്പ്ലിറ്റപ്പ് ആയിരിക്കും അടുത്ത സിലബസ് വരുന്നത്. പക്ഷെ മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും മാറാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് കുറച്ച് കുട്ടികൾ, ഒരുപാട് കുട്ടികൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു മിനിറ്റ് ഓക്കെ, ഒരുപാട് കുട്ടികൾ ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ എക്സാം എഴുതി കാണും. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ എക്സാമിൻ്റെ കോച്ചിങ് ഉണ്ടായിരുന്നു. അത് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. 4 സബ്ജക്റ്റാണ് ഞാൻ അവിടെ എടുത്തത്. മെഷീൻസ്, പവർ സിസ്റ്റം, പവർ ഇലക്ട്രോണിക്സ്, അവസാനത്തെ ട്രാൻസ്ഡ്യൂസേഴ്സ് ആൻഡ് ഇലൂമിനേഷൻ എന്ന് പറഞ്ഞ പാർട്ട്. ഒരു ക്രാഷ് പ്രോഗ്രാമായിരുന്നു. ഏകദേശം ഒരു 6-7 ക്വസ്റ്റ്യൻ ഡിറ്റോ ക്വസ്റ്റ്യൻ, അതായത് സെയിം മാറാത്തില്ല. നമ്മൾ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ ചോദിച്ചു. ബാക്കി ഏകദേശം 40 ക്വസ്റ്റ്യനോളം നമ്മുടെ ഈ 4 സബ്ജക്റ്റിനും ചോദിച്ചിരുന്നു അവർ. അതിൽ ഏകദേശം 38 ക്വസ്റ്റ്യനോളം നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ചെയ്ത് പോയ കാര്യങ്ങളാണ്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മുടെ ക്ലാസ് കയറിയവർക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പം അത്രത്തോളം വളരെ നല്ല രീതിയിൽ തന്നെ അവർക്ക് എഴുതാൻ പറ്റുമായിരുന്നു. ഇത് ഞാൻ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ കാണിക്കാം, ഡിറ്റോ ക്വസ്റ്റ്യൻ വന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഈ 4 സബ്ജക്റ്റിൽ നിന്ന് എഴുതപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ അന്ന് ക്ലാസ്സിൽ പറഞ്ഞ് പോയ കാര്യങ്ങളാണ്. അതേപോലെ ചോദ്യം തന്നെ അവിടെ വന്നു. ഓക്കെ, സോ പ്രഡിക്റ്റബിലിറ്റി നമുക്കുണ്ട്, ഓർക്കാം. അപ്പം നമ്മുടെ ക്ലാസ്സും അങ്ങനെ ആയി പോകുന്നത്. ഇപ്പം ആദ്യത്തെ ക്ലാസ് ഇതൊരു ലോങ് ക്ലാസ് ആണ് അല്ലേ. സബ് എഞ്ചിനീയർ എന്ന് പറയുന്നത് ഒരു 6-7 മാസത്തെ ഒരു ക്ലാസ് ആയിരിക്കും നിങ്ങൾ ഇതിനകത്ത് പറയുന്നത്. അപ്പം പോർഷൻസ് പതുക്കെ നമ്മൾ പറഞ്ഞു പോകും. ഈ ഇൻഡെപ്തായിട്ട് പറഞ്ഞു പോകും. ക്രാഷ് കണക്കല്ല, എൻ്റെ ക്രാഷിനെ പെട്ടെന്ന് പറഞ്ഞു പോകണമായിരുന്നു. അപ്പം അങ്ങനത്തെ രീതിയിലല്ല നമ്മൾ പോകുന്നത്. നമ്മൾ കുറച്ചുകൂടി ഇൻഡെപ്ത് രീതിയിലായി നമ്മൾ ക്ലാസ്സിലെടുത്ത് പോകുന്നത്. ഓക്കെ, സോ
സോ നമുക്ക് ഇന്ന് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആദ്യമേ നോക്കാം. അതിൻ്റെ PDF രൂപ എൻ്റെ ഇല്ല, ഞാൻ വായിക്കാം. SCRനെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. An SCR with a latching current of 50 milliampere is used to control an inductive RL load. If the load resistance is increased, load inductance is increased, the minimum duration of the gate pulse necessary to ensure turn on of the SCR. SCR അതായത് RL സർക്യൂട്ട് ആണ്, RL ലോഡ് ആയിരുന്നു. അതിന്റെ ലാച്ചിങ് കറണ്ട് 50 മില്ലിയൻ. ലാച്ചിങ് കറണ്ട് എന്ന് പറയാൻ എന്താണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയണം. ലാച്ചിങ് കറണ്ട് എന്ന് വെച്ചാൽ എത്രമാത്രം കറണ്ടാണ്, എത്രമാത്രം ആനോഡ് കറണ്ട് കൂടണം ടു മേക്ക് ദി SCR ടേൺ ഓൺ ഈവൻ ഇഫ് ദ ഗേറ്റ് സിഗ്നൽ ഇസ് റിമൂവ്. ഗേറ്റ് സിഗ്നൽ റിമൂവ് ചെയ്താൽ കൂടി കണ്ടക്ഷൻ എന്ന അവസ്ഥയിലേക്ക് തുടരാൻ വേണ്ടി എത്രമാത്രം ആനോഡ് കറണ്ട് എത്തണം, അതിനെയാണ് ലാച്ചിങ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ RL ലോഡാണ്, ലോഡ് ഇൻഡക്റ്റൻസ് ഇൻക്രീസ് ചെയ്തു, അതായത് ഇൻഡക്റ്റീവ് ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണ് ഗേറ്റ് പൾസ് ടേൺ ഓൺ ചെയ്യാനുള്ള ഗേറ്റ് പൾസ് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഡിക്രീസ് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം, മേ ഇൻക്രീസ് ഡിക്രീസ് ഡിപ്പെൻഡിങ് ഓൺ ഹോൾഡിംഗ് കറണ്ട്, റിമൈൻസ് ചെയ്യാം. ഈ RL ലോഡിനകത്ത് ഇതിന്റെ പ്രത്യേകത വരുന്നത് ഓൺ ടൈമിന് ഇത് ബാധിക്കുന്ന കേസല്ല, ആണല്ലോ ഓഫ് ടൈമിനാണ് ഇത് ബാധിക്കുന്ന കേസ്. കാരണം ഇൻഡക്ടൻസ് ആകുമ്പോഴത്തേക്ക് ഈ കറണ്ട് സീറോ നമ്മുടെ വോൾട്ടേജ് വോൾട്ടേജ് സീറോ ആവത്തില്ല, കറണ്ട് സീറോ ആവും, വോൾട്ടേജ് സീറോ ആവത്തില്ല. കാരണം എന്ത് ചെയ്യും, ഇത് കുറച്ചും കൂടെ താഴേക്ക് പോകും. ഇൻഡക്ടൻസ് കൂടുന്തോറും ആ ഒരു ലാഗിങ്, ആ ഒരു എന്താണ് ബീറ്റ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഓൺ പ്രോസസ്സിൽ ഇത് ബാധിക്കത്തില്ല. ഏതാ ഈ പറയുന്ന ലാച്ചിങ് കറണ്ട്. ലാച്ചിങ് കറണ്ട് ഈസ് ഫിക്സഡ്, ലാച്ചിങ് കറണ്ട് മാറത്തില്ല, അതാണ് അതിൻ്റെ കാര്യം. ഓക്കെ, ടേൺ ഓൺ ചെയ്യാനുള്ള പൾസിന്റെ വിട്ടൊന്നും മാറത്തില്ല. അതേപോലെ അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ അഡ്വാൻറ്റേജ് ഓഫ് ഹാഫ് കൺട്രോൾഡ് റെക്ടിഫയറിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചിരുന്നത്. ഓവർ എ ഫുള്ളി കൺട്രോൾഡ് റെക്ടിഫയറിനെക്കാട്ടിലും ഹാഫ് കൺട്രോൾഡ് റെക്ടിഫയറിന്റെ അഡ്വാൻറ്റേജ് എന്താണ് ചോദിച്ചത്. അപ്പം ഓപ്ഷൻ പറഞ്ഞത് ഇറ്റ് ഹാസ് ബെറ്റർ ഡൈനാമിക്സ്, it avoids discontinuous conduction, it has regenerative braking action, it has better power factor. അപ്പോൾ എന്താണ് ഹാഫ് കൺട്രോൾഡും ഫുള്ളി കൺട്രോൾഡും തമ്മിലുള്ള അഡ്വാൻറ്റേജ് എന്ന് അറിയണം. ഇപ്പൊ ഹാഫ് കൺട്രോൾഡ് എന്ന് പറയുന്നത് ഓർത്തിരിക്കുക, ഇത് ഹാഫ് വേവ് കൺട്രോൾഡ് അല്ല. ഹാഫ് കൺട്രോൾഡ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, സെമി കൺവേർട്ടറാണ്. സെമി കൺവേർട്ടറിനകത്ത് നമ്മളൊരു ഫ്രീ വീലിയൻ ഡയോഡ് ഉപയോഗിക്കുമായിരുന്നു. അപ്പൊ ഇവിടെ എന്താ ഉത്തരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെസ്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ഹൈ പവർ ഫാക്ടർ ആണ്. അതായത് ഫ്രീ വീലിയൻ ഡയോഡിന്റെ ആക്ഷൻ കാരണം എന്ത് പറ്റും, ഈ പവർ ഫാക്ടർ എന്ത് ചെയ്യും, ഇംപ്രൂവ് ചെയ്യും. അതിനെക്കാട്ടിലും ഫുള്ളി കൺട്രോൾഡ് കൺവേർട്ടറിനെക്കാട്ടിലും ഇംപ്രൂവ് ചെയ്യും. അപ്പൊ അതിന്റെ ആൻസർ ഇറ്റ് ഹാസ് ബെറ്റർ പവർ ഫാക്ടർ ആണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി ഓൺ സ്റ്റേറ്റിലെ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് SCRന്റെ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓൺ സ്റ്റേറ്റിൽ ഇൻക്രീസ് സ്ലൈഡ്ലി വിത്ത് ലോഡ് കറന്റ്, ഡിക്രീസ് സ്ലൈഡ്ലി വിത്ത് ലോഡ് കറന്റ്, വേരി ലീനിയർ വിത്ത് ലോഡ് കറന്റ്, റിമെയിൻസ് അൺചേഞ്ച്ഡ്. ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് ഓഫ് SCR ലോഡ് കറന്റ് ഡിപ്പെൻഡ് ചെയ്തില്ല, അത് റിമെയിൻസ് അൺചേഞ്ച്ഡ് ആണ്, ഓർത്തിരിക്കും. അതേപോലെ വേറെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ പറഞ്ഞത് anode current through a conductor SCR is 10 ampere if the gate current is reduced to half the anode current. Anode current SCRലെ anode current 10 ampere ആയിരുന്നു, ഗേറ്റ് കറണ്ട് റിഡ്യൂസ് ചെയ്തു എത്ര ആയിട്ട്, ഹാഫ് ആയിട്ട്. anode current എന്ത് ചേഞ്ച് പറ്റും, anode current ഗേറ്റ് കറണ്ട് തമ്മിൽ റിലേഷൻ ഉണ്ടോ? ഒരു റിലേഷൻ ഇല്ല. ഗേറ്റ് കറണ്ട് വെച്ചാൽ ഈ ടേൺ ഓൺ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അതും 10 ആമ്പിയർ ആണ്. അപ്പോൾ അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അല്ല, ഫോർ കണ്ടിന്യൂസ് കണ്ടക്ഷൻ വിത്ത് ഫയറിംഗ് ആംഗിൾ ആൽഫ ദ സിംഗിൾ ഫേസ് ഫുൾ വേ കൺവേർട്ടർ ഈച്ച് പെയർ തരച്ച് ഓരോ പെയർ തരച്ച് കണക്ട് ചെയ്യുന്ന എപ്പോഴാണ്, പൈ മൈനസ് ആൽഫയാണ്. ആൽഫ ഡിഗ്രി ആണെങ്കിൽ പൈ മൈനസ് ആൽഫ ആണ് കണക്ട് ചെയ്യുന്നത്. ഫോർവേഡ് ബ്രേക്ക് ഓർ വോൾട്ടേജ് തരച്ച് ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ആനോഡ് കറണ്ട്. ഫോർവേഡ് ബ്രേക്ക് ഓർ വോൾട്ടേജ് തരച്ച് ഡിക്രീസ് ഫോർവേഡ് ബ്രേക്ക് വോൾട്ടേജ് കുറയും വിത്ത് ഇൻക്രീസ് ഇൻ ആനോഡ് കറണ്ട്. ആനോഡ് കൂടുന്തോറും ബ്രേക്ക് ഓർ വോൾട്ടേജ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ആ ഒരു
ആ ഒരു നമ്മൾ പഠിക്കും, SCRന്റെ ക്യാരക്ടർ പഠിക്കും, അപ്പോൾ മനസ്സിലാവും. പിന്നെ DC മോട്ടറിന്റെ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, ടൈപ്പ് 2 ചോപ്പർ വെച്ചിട്ട്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയാണ്, മോട്ടറുമായിട്ടുള്ള ആപ്ലിക്കേഷൻ ആയിരുന്നു. പിന്നെ ഒരു ഹാഫ് ബ്രിഡ്ജ് ഇൻവേർട്ടറിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇത് ക്ലാസ് ചെയ്യിപ്പിച്ചാണ് ഹാഫ് ബ്രിഡ്ജ് ഇൻവേർട്ടറിന്റെ, അതിന്റെ RMS വാല്യൂ ഉണ്ടെത്താൻ വേണ്ടിയായിരുന്നു. ഇത്രയും ചോദ്യങ്ങളാണ് പവർ ഇലക്ട്രോണിക്സ് ചോദിച്ച ചോദ്യങ്ങൾ. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. ഒരുവിധം പഠിച്ചവർക്കൊക്കെ നല്ലോണം എഴുതാൻ പറ്റുമായിരുന്നു. ഓക്കെ, ജസ്റ്റ് ലോജിക്ക് മാത്രമേ. പൊതുവേ ഈ ക്വസ്റ്റ്യൻ എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ എളുപ്പമല്ല. കാരണം അതിനകത്ത് കുറച്ചധികം ഈ നെറ്റ്വർക്കിന്റെയും പിന്നെ ഈ ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് കുറച്ചധികം ബേസിക് ചോദിച്ചു. അപ്പോൾ ആ ബേസിക്സ് കുറച്ചുകൂടെ അറിയാവുന്നവർക്ക് അത് എഴുതാൻ പറ്റത്തുള്ളൂ. പക്ഷെ പിന്നെ മെഷീൻസും പവർ സിസ്റ്റവും വന്നപ്പോഴത്തേക്ക് വളരെ എളുപ്പമായി. ഡിജിറ്റലും വലിയ കുഴപ്പമില്ലായിരുന്നു. മറ്റേ പവർ ഇലക്ട്രോണിക്സ് വലിയ കുഴപ്പമില്ലായിരുന്നു. ട്രാൻസ്ഡ്യൂസേഴ്സ് ആൻഡ് ഇലൂമിനേഷൻ വളരെ എളുപ്പമായിരുന്നു. പൊതുവേ ക്വസ്റ്റ്യൻ ഒരു ആവറേജ് എന്ന് പറയുന്ന രീതിയിൽ പറയാം. അതിൻ്റെ കട്ട് ഓഫ് എന്തായാലും 50 മേളിൽ പോവും, 50 മേളിൽ എന്തായാലും പോവും എന്നാണ് ഞാൻ കരുതുന്നത്. 50, 52 കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ് കണക്കായിരിക്കും ഈ വട്ടത്തെ നമ്മുടെ ഇതും പോകുന്നത്. ഏതാ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ഇതിൻ്റെ കട്ട് ഓഫ് പോകുന്നത്. ഓക്കെ, സോ ഓക്കെ, അപ്പം കുറച്ച് എല്ലാവരും എഴുതി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ക്വസ്റ്റ്യൻസ്. സോ അപ്പം അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ അനാലിസിസ്. ഇത് ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പം കുറച്ചും കൂടെ ടഫ്, ഇങ്ങനെ ടഫ് ലെവൽ. ഇപ്പം ഇത്രയും ടഫിൽ എവിടെ വരത്തില്ല, സബ് എഞ്ചിന് വരത്തില്ല. സബ് എഞ്ചിനെ കുറച്ച് ബേസിക് കൺസെപ്റ്റും ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലായിട്ട് ചോദിക്കും. എന്നാലും ഈ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത് പോയ കുട്ടികൾക്ക് ഒരു 50, 55, 60 മാർക്കൊക്കെ പഠിക്കണം. അതിന് IQ സ്റ്റാർ കുറച്ച് പാടുള്ളതായിരുന്നു. പാടല്ല, പഠിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ബോർഡൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, കൺട്രോൾ സിസ്റ്റവും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എക്സ്പെക്ട് ചെയ്ത കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, കാരണം സമയം എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലേ. ഓക്കെ, സോ അതാണ് ഞാൻ കാര്യങ്ങൾ വന്നത്. ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. സോ ഇതാണ് നിങ്ങളുടെ പവർ ഇലക്ട്രോണിക്സ് സിലബസ്. ആസ് പെർ 2000 കഴിഞ്ഞ സബ് എഞ്ചിന്റെ സിലബസ് പ്രകാരം ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്കറിയാം പവർ ഇലക്ട്രോണിക് ഡിവൈസ് എന്ന് പറഞ്ഞിട്ട്, സ്വിച്ചിങ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് UJT അതായത് യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, BJT ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, പവർ ഡയോഡ്, മോസ്ഫെറ്റ്, IGBT, ഡയാക്ക്, ട്രയാക്ക്, SCR, എന്നിട്ട് കൺസ്ട്രക്ഷൻ ഓപ്പറേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞേക്കുകയാണ്. ഇത് നമ്മൾ കാര്യം പറയണം, ഇതിൻ്റെ ഭയങ്കരമായിട്ട് അനാലിസിസ് ഒന്നും നമുക്ക് വേണ്ട. ഓപ്പറേഷൻ ക്യാരക്ടറിസ്റ്റിക്സ്, കൺസ്ട്രക്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിൻ്റെ ബേസിക് ക്യാര, ഇത് മാത്രം പഠിച്ചാൽ മതി. അല്ലാതെ ഇതിൻ്റെ ഇൻഡെപ്ത് നോളജിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പം ഇൻസ്പെക്ടറേറ്റിൽ തന്നെ SCR മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. SCR എന്ന് മാത്രമേ ചോദ്യം. ഞാൻ മോസ്ഫെറ്റ് എന്ന് ചോദ്യം ഇത് പ്രതീക്ഷിച്ചു, പക്ഷേ മോസ്ഫെറ്റ് വന്നില്ല. SCR മാത്രം പറഞ്ഞു, SCR മാത്രം ചോദിച്ചു. അതുപോലെ ഈ ഡിവൈസുമായിട്ട് ബന്ധപ്പെട്ട ടേംസ്, അതായത് ടേംസ് എന്ന് പറയുന്നത് UJT ട്രിഗറിങ് സർക്യൂട്ടിലെ വാല്യൂ പോയിന്റ് എന്താണ്, അതേപോലെ അതിൻ്റെ കർവ് എങ്ങനെയാണ്, ഒരു സോറ്റൂത്ത് വേവ് ഫോം ആണ്, അല്ല BJT ക്യാരക്ടറിസ്റ്റിക്സ്, പവർ ഡയോഡിന്റെ കാര്യങ്ങൾ, മോസ്ഫെറ്റ് ടെർമിനൽസ് എന്തൊക്കെയാണ്, ഡ്രെയിന്, സോഴ്സ്, ഗേറ്റ്, IGBTയുടെ എങ്ങനെയാണ്, ഡയാക്കിന്റെ എങ്ങനെയാണ്, ട്രാക്ക്, MT1, MT2 അതിന്റെ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ, SCRന്റെ ടേംസ്, ലാച്ചിങ് ഉണ്ട്, ഹോൾഡിംഗ് ഉണ്ട്, ട്രിഗറിങ് സർക്യൂട്ട്സ്, ഇതൊക്കെ. പിന്നെ SCRന്റെ 2 ട്രാൻസിസ്റ്റർ അനലോഗി മോഡൽ പറഞ്ഞു. അത് ജസ്റ്റ് അതിന്റെ തിയറി മാത്രം പഠിച്ചാൽ മതി. എന്താണ് 2 ട്രാൻസിസ്റ്റർ മോഡൽ എന്ന് പറയുന്നത്, ജസ്റ്റ് ബേസിക് സാധനമാണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ സാധ്യതയില്ല, ഓർക്കുക. പിന്നെ ട്രിഗറിങ്, എന്തൊക്കെ ടൈപ്പ് ട്രിഗറിങ് സർക്യൂട്ട്സ് ഉണ്ട്, ലൈറ്റ് ട്രിഗറിങ് ഉണ്ട്, dV/dt ട്രിഗറിങ് ഉണ്ട്, dI/dt ട്രിഗറിങ് ഉണ്ട്, വോൾട്ടേജ് ടെമ്പറേച്ചർ ട്രിഗറിങ് ഉണ്ട്, ലൈറ്റ് ട്രിഗറിങ് ഉണ്ട്, LASCR, പല ടൈപ്പ് ട്രിഗറിങ് സർക്യൂട്ട്സ് ഉണ്ട്. എങ്ങനെ SCRനെ ഓൺ ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. കമ്പ്യൂട്ടറിംഗ് ടെക്നിക്ക്, എങ്ങനെ അതിനെ ഓഫ് ചെയ്യാം. പവർ ഇലക്ട്രോണിക് സർക്യൂട്ട്സ്, കൺട്രോൾ റെക്ടിഫയേഴ്സ്, ചോപ്പർ, ഇൻവെർട്ടർ, സൈക്ലോ കൺവെർട്ടേഴ്സ് വർക്കിംഗ്, ആപ്ലിക്കേഷൻസ് ആൻഡ് ക്ലാസിഫിക്കേഷൻ, ഇലക്ട്രിക് ഡ്രൈവ്സ്, 4 ക്വാഡ്രന്റ് ഓപ്പറേഷൻ, അതായത് വോൾട്ടേജ് പോസിറ്റീവ്, കറണ്ട് പോസിറ്റീവ്, വോൾട്ടേജ് നെഗറ്റീവ്, കറണ്ട് നെഗറ്റീവ്, അങ്ങനെ 4 ക്വാഡ്രന്റ് ഓപ്പറേഷൻ,
എങ്ങനെ ഡ്രൈവ് മോട്ടോർ സെലക്ട് ചെയ്യാൻ പറ്റും, പവർ സപ്ലൈ എന്താണ്, SMPS സ്വിച്ച് മോഡ് പവർ സപ്ലൈ, UPS, സെർവോ സ്റ്റെബിലൈസർ, ബക്ക് ബൂസ്റ്റ് റെഗുലേറ്റർ, ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷെ അടുത്ത സിലബസ് വരുമ്പോൾ ഇതിൽ പകുതിയും സാധനം എടുത്ത് കളയാൻ വരും. കാരണം ഇതൊരു വല്ലാത്ത ഒരു തിയറിയുടെ അതേ സാധനം തന്നെ അവരുടെ ഡിപ്ലോമ സിലബസ് അതേപോലെ എടുത്തിട്ടേക്ക് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നും അടുത്ത സിലബസിൽ വരത്തില്ല. കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യും വരും. നിങ്ങൾ SCR മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും, പിന്നെ ബാക്കിയൊക്കെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകാൻ പറയും. റെക്ടിഫയേഴ്സ് ഉണ്ടാവും, സൈക്കിൾ കൺവേർട്ടേഴ്സ് ഉണ്ടാവും എന്ന് പറയാൻ പറ്റത്തില്ല, ഇൻവേർട്ടേഴ്സ് ഉണ്ടാവും, ചോപ്പർ ഉണ്ടാവും, ഡ്രൈവ്സ് ചിലപ്പോൾ കാണാം, പിന്നെ SMPS, UPS, സർവീസ് ബേസിക്സ് എന്താണെന്ന് പറയും. ബക്ക് ബൂസ്റ്റ് റെഗുലേറ്റേഴ്സിനെ കുറിച്ചൊന്നും തോന്നുന്നില്ല. കാരണം എന്തോ ബിടെക്കിന്റെ ക്വാളിഫിക്കേഷൻ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിലെ സിലബസ് പോലും മാറിയിട്ടുണ്ട്, പുതിയ സിലബസിലാണ് അവർ ചെയ്തേക്കുന്നത്. സോ പക്ഷെ നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് ഈ കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. അതിൻ്റെ ഡെപ്ത് എവിടം വരെ വേണമെന്ന് ഞാൻ കൃത്യമായിട്ട് പറയും. അത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഇൻ ഡെപ്തിലോട്ട് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് തിയറി എക്സാം അല്ല എഴുതാനുള്ളത്, ഒബ്ജക്റ്റീവ് എക്സാം ആണ്. നമ്മൾ പഠിച്ച കൺസെപ്റ്റ് വെച്ചിട്ട് ഒരു MCQ 4 ഓപ്ഷൻസുള്ള MCQ എന്ന് സോൾവ് ചെയ്യും. അപ്പം ഡിപ്ലോമയുടെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു കൂടുതൽ അനാലിസിസ് ലെവലിൽ പോകത്തില്ല, സിമ്പിളായിട്ട് കാര്യങ്ങളാക്കി. അപ്പോൾ നമ്മുടെ മുന്നിൽ ഉത്തരങ്ങളുണ്ട്, ആ ഉത്തരങ്ങളിൽ നിന്ന് 4 ഓപ്ഷൻസ് ഉണ്ട്, 4 ഓപ്ഷൻസ് ഉത്തരം സെലക്ട് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ. സോ നമുക്ക് ഇന്ന് അധികം കാര്യങ്ങൾ പഠിക്കുന്നില്ല, ജസ്റ്റ് ഞാൻ എൻ്റെ സ്വിച്ചിങ് ഡിവൈസും തുടങ്ങി വെക്കാം. ഓക്കെ, ബേസിക്കലി സ്വിച്ചിങ് ഡിവൈസ് തുടങ്ങി വെച്ചിട്ട് നമുക്ക് ക്രമേണ ഓരോന്നെടുത്ത് പഠിക്കാം. ഓക്കെ, സോ സ്വിച്ചിങ് ഡിവൈസ്, പവർ സെമി കണ്ടക്ടർ എന്ന് പറയുന്ന നിങ്ങൾക്കറിയാം. സെമി കണ്ടക്ടർ എന്താണെന്ന് അറിയാം, N ടൈപ്പ്, P ടൈപ്പ് സെമി കണ്ടക്ടർ. പവർ സെമി കണ്ടക്ടർ വെച്ചാൽ വിച്ച് ക്യാൻ അക്കോമഡേറ്റ് ഹൈ പവർ. ഇപ്പോൾ സാധാരണ സെമി കണ്ടക്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, സിലിക്കണും ജെർമേനിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, പവർ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ അക്കോമഡേറ്റ് ഹൈ പവർ, കിലോ വാട്ട്, മെഗാവാട്ട് റേഞ്ചിലൊക്കെ നമുക്ക് പവറിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ടും 2 ടൈപ്പ് ഉണ്ട്, സിലിക്കണും സിലിക്കൺ കാർബൈഡും ഉണ്ട്. സിലിക്കണിനകത്ത് ഡയോഡ്സ് ഉണ്ട്, ട്രാൻസിസ്റ്റർ ഉണ്ട്. ഡയോഡ് ഫാമിലി ഉണ്ട്, ട്രാൻസിസ്റ്റർ ഫാമിലി ഉണ്ട്. ഡയോഡ് ഫാമിലി തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഷോർട്ട് കീ ഡയോഡ്, എപ്പിടാക്സിൽ ഡയോഡ്, ഡബിൾ ഡിഫ്യൂസ് ഡയോഡ് എന്ന് പറഞ്ഞ പല ടൈപ്പ് ഉണ്ട്. ട്രാൻസിസ്റ്ററിനകത്ത് ഈ പറഞ്ഞ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, ആ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ തന്നെ നമുക്ക് NPN, PNP എന്ന് പറഞ്ഞ 2 കോൺഫിഗറേഷൻ ഉണ്ട്. പിന്നെയുള്ള മോസ്ഫെറ്റ്, മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ, ഫീൽഡ് എഫക്ട് കാരണം വർക്ക് ചെയ്യുന്ന ട്രാൻസിസ്റ്റർ മോസ്ഫെറ്റ് ഉണ്ട്. അതിന് 2 ടൈപ്പ് ഉണ്ട്, N ചാനലും ഉണ്ട്, P ചാനലും ഉണ്ട്. പിന്നെയുള്ള IGBT, ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. പിന്നെ വേറെ തൈറസ്റ്റർ ഫാമിലി. തൈറസ്റ്റർ ഫാമിലി നമ്മൾ SCR എന്ന് പറഞ്ഞ തൈറസ്റ്റർ ഉണ്ട്, GTO ഗേറ്റ് ടേൺ ഓൺ തൈറസ്റ്റർ ഉണ്ട്, IGCT, MCT, MTO എന്ന് പറയുന്ന പല ടൈപ്പ് ട്രാൻസിസ്റ്ററുകളുണ്ട്. പിന്നെ സിലിക്കൺ കാർബൈഡ് എന്ന് പറയുന്ന വീണ്ടും ഡയോഡ്, സിലിക്കൺ കാർബൈഡ് ഡയോഡ് ഉണ്ടാക്കാറുണ്ട്, ട്രാൻസിസ്റ്റർ ഉണ്ട്. അങ്ങനെ ഇതൊരു ബേസിക് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മുടെ പവർ സെമി കണ്ടക്ടർ. ആദ്യമായിട്ട് നമുക്ക് ഡയോഡിനെ കുറിച്ച് പഠിക്കാം. അപ്പം നിങ്ങൾക്കറിയാം ഡയോഡ് എന്ന് പറയുന്നത് ഒരു PN ജംഗ്ഷൻ ആണ് അല്ലേ? അതായത് ഒരു P ടൈപ്പ് സെമി കണ്ടക്ടറും ഒരു N ടൈപ്പ് സെമി കണ്ടക്ടറും കൂടെ ഡിഫ്യൂസ് ചെയ്തുണ്ടാവുന്നതാണ് ഒരു ഡയോഡ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം P ടൈപ്പും N ടൈപ്പും. അപ്പോൾ ഡയോഡിനകത്ത് 2 ടെർമിനലുണ്ട്. ഒരു ആനോഡ് ഉണ്ട് വിച്ച് ഇസ് പോസിറ്റീവ്, അനദർ വൺ ഇസ് കാഥോഡ് വിച്ച് ഇസ് നെഗറ്റീവ്. ഇത് നിങ്ങൾക്കറിയാം. പവർ ഡയോഡ് നമുക്ക് വേണ്ട അല്ലേ? പവർ ഡയോഡ്, വാട്ട് ഇസ് പവർ ഡയോഡ്? പവർ ഡയോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ക്യാൻ അക്കോമഡേറ്റ് ഹൈ പവർ. ഹൈ പവർ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഏതിനാണ്? പവർ ഡയോഡ് ആണ് പവർ ഡയോഡ്സ് എന്ന് പറയുന്നത്. അപ്പം സാധാരണ ഒരു പിയും എന്നും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നതിന് പകരം ഇവിടെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലെയർ ബൈ ലെയർ ബേസ് ആയിട്ട് ഒരു പ്രത്യേക തരത്തിലായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും P+N-N+ എന്ന് പറയുന്ന രീതിയിലാണ് ഈ പറയുന്ന
കണക്ട് ചെയ്യുന്നത്. അതായത് n+n- എന്ന് പറയുന്ന റീജിയനിലേക്ക് p+ ഇൻഫ്യൂസ് ചെയ്തേക്കാണ്. ഇത് p-n ജംഗ്ഷൻ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ടു അക്കോമഡേറ്റ് ഹൈ പവർ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ അവർ ചെയ്തേക്കുന്നത്. ഇതിന്റെ ഡയഗ്രാം, ക്യാരക്ടറിസ്റ്റിക് ഡയഗ്രാം നിങ്ങൾക്കറിയാം. വോൾട്ടേജും കറണ്ടുമാണ്. ഈ പറയുന്ന ഡയോഡ് ഫോർവേഡ് ബയാസ് ആവുമ്പോഴാണ് ഈ പറയുന്ന എന്തുണ്ടാവുന്നത്, കണ്ടക്ഷൻ നടക്കത്തുള്ളൂ. അതായത് നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ p-n ജംഗ്ഷൻ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതൊരു p, ഇതൊരു n. നോർമലി ഇവിടെ പോസിറ്റീവ് അയോൺസ് കൂടുതലായിരിക്കും അല്ലേ, ഇവിടെ നെഗറ്റീവ് അയോൺസ് കൂടുതലായിരിക്കും. അപ്പൊ എന്താ സംഭവിക്കുക വെച്ചാല് ഇവിടെ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യും. അതായത് പിയും n തമ്മിൽ ഒരു ബാരിയർ കോമൺലി ഉണ്ടാവും. ദാറ്റ് മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് നടക്കത്തില്ല, ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്കറിയുന്ന ഓർ ഡിപ്ലീഷൻ ലെയർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ഡിപ്ലീഷൻ ലെയർ. അപ്പൊ ഈ ഡിപ്ലീഷൻ ലെയറിന് ഈ ബാരിയർ പൊട്ടൻഷ്യൽ തകർത്തിട്ട് വേണം കണ്ടക്ഷൻ നടക്കാൻ.